ഒരു വശത്ത് കാണാം രക്ഷാപ്രവർത്തനം രാത്രിയിലും പുരോഗമിക്കുന്നതിന്റെ ദൃശ്യം. മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ അവിടെ സന്നദ്ധമായി നിൽക്കുന്നു, അവിടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. സൈന്യവും നാട്ടുകാരും ഒക്കെ അവിടെ സഹകരിക്കുന്നുണ്ട്. പുഴയ്ക്ക് മറുകരയിലുള്ളവരെ ഇപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ്. ആ പ്രവൃത്തിയാണ്. അവിടെ താൽക്കാലിക വെളിച്ചം സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നത് കാണാം ദൃശ്യങ്ങളിൽ. മറുവശത്തെ വിൻഡോയിലേക്ക് നോക്കുക, ഒരു ആകാശ ദൃശ്യം. ഈ ദുരന്ത ഭൂമി വയനാട് എന്ന ആ മനോഹരമായ പ്രദേശം അത് എങ്ങനെ ഒരു ദുരന്ത ഭൂമിയായി മാറി എന്നുള്ള ദൃശ്യം, ആകാശ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. അതിൻ്റെ മുക്കും മൂലയുമെല്ലാം ഒലിച്ചുപോയി. ഏതാനും വീടുകൾ രക്ഷപ്പെട്ടു ഇല്ല എന്നുള്ള മട്ടിലിരിക്കുന്നു. അതിനെയൊക്കെ ആ മലവെള്ളം ശക്തമായി ആഘാതമേൽപ്പിച്ചിട്ടുണ്ട്. ആ കെട്ടിടങ്ങളുടെയും വീടുകളുടെയും ഒക്കെ കാര്യം ഇനിയും എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യവും നിലനിൽക്കുന്നു. ഈ വെള്ളമൊഴുകിപ്പോയ പ്രദേശത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നുവോ അതൊന്നും ഇപ്പോൾ ഇല്ല. അവിടെ കുടുംബങ്ങളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു, കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു, അതുപോലെ റോഡുണ്ടായിരുന്നു, പുഴയുണ്ടായിരുന്നു. ഇതെല്ലാം അതിൻ്റെ സ്വാഭാവിക രീതി തന്നെ തകിടം മറിച്ച വലിയൊരു ദുരന്തം വയനാട്ടിൽ ഉണ്ടായി. ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടൽ കേരളം കണ്ടിട്ടില്ല എന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്രയധികം മരണം ഉണ്ടായിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ സജീവമായി സൈന്യം അവരുടെ അടുക്കും ചിട്ടിയോടും കൂടി തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടുന്നതിന്റെ ദൃശ്യങ്ങൾ ഒരു വശത്ത് കാണാം. വേണ്ട അവശ്യ വസ്തുക്കൾ ഒരുക്കുന്നു, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അവരുടെ സജ്ജീകരണങ്ങളിൽ അവർ കോപ്പുകൂട്ടുന്നതായി കാണാം. ഒരു വശത്ത് വിമാനവും ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററും എല്ലാം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം. മറുവശത്ത് കാണാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏരിയൽ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു പ്രദേശമാകെ തകിടം മറിച്ച് അവിടുത്തെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് എന്ന് അവരുടെ ചങ്കിടിപ്പ് എന്താണ്? ആ ഏരിയൽ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുക. അതിലേക്ക് നോക്കൂ. ഒരു പക്ഷേ ആ പുഴ ഒഴുകുന്ന വഴിയെ ഒന്നുമല്ല ആ പുഴ ഇപ്പോൾ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു. അത് ഏത് പ്രദേശമാണ് എന്ന് പോലും നമുക്ക് വ്യക്തമായി പറയാൻ കഴിയാത്ത വിധം ആ പ്രദേശത്തെ ഒന്നടങ്കം ഈ പുഴ, ഈ ഒരു ഉരുൾപൊട്ടൽ നശിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ചെറിയ തോടുകളൊക്കെ വലിയ ചാലുകളായി, പുഴകളായി, വലിയ ജല ആശയം പോലെ അത് കല്ലും മണ്ണും വലിയ പാറക്കല്ലുകളും അതുപോലെ മരങ്ങളും മരക്കുറ്റികളുമെല്ലാം തകിടം മറിഞ്ഞ് ജീവനുകൾക്ക് മുകളിലൂടെ അത് കടന്നുപോയി. അവരെയൊക്കെ ജീവനെടുത്ത് അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ഛിന്ന ഭിന്നമാക്കി കടന്നുപോയ വലിയൊരു ദുരന്തം. അത് നമുക്ക് എത്ര പറഞ്ഞാലും അതിൻ്റെ തീവ്രത എന്തുമാത്രമെന്ന് ആ വയനാടൻ ജനത അനുഭവിക്കുന്നവർക്കേ അത് വ്യക്തമാകൂ. എത്രമാത്രം പേർ അനാഥരായിട്ടുണ്ടാകാം, എത്രമാത്രം പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, സ്വന്തക്കാരെ, ഇഷ്ടക്കാരെ, കുടുംബങ്ങളെ, സുഹൃത്തുക്കളെ. അത്തരത്തിൽ വിവരിക്കാനാവാത്ത കാഴ്ച, അത്യന്തം വേദനാജനകമായ കാര്യങ്ങൾ. റിയാസ്